വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗം. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. നമ്മൾ ധ്യാനിക്കേണ്ടത് നാം ഓരോരുത്തരും അധ്വാനിക്കേണ്ട മുന്തിരിത്തോട്ടം എവിടെയാണെന്നാണ്. ദൈവം എനിക്ക് നൽകിയ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സമർപ്പണ ജീവിത വഴികളുമൊക്കെ അടങ്ങിയ എന്നെ സൃഷ്ടിച്ച എൻ്റെ കുടുംബമാണ് എൻ്റെ ആദ്യത്തെ മുന്തിരിത്തോട്ടം. എൻ്റെ ഇടവക സമൂഹവും ഞാൻ അംഗമായിരിക്കുന്ന പൊതുസമൂഹവും ഈ ലോകവും വിശാലമായ അർത്ഥത്തിൽ ഞാൻ അധ്വാനിക്കുവാനായിട്ട് അയക്കപ്പെട്ട മുന്തിരിത്തോട്ടമാണ്. ദൈവം എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത്? കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നമ്മുടെ ഊർജവും സമയവും അറിവും ഒക്കെ ചെലവഴിക്കുവാനാണ്. ചുരുക്കി പറഞ്ഞാൽ അധ്വാനിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇവിടെ വെറുതെ സമയം കളയുവാനും ജീവിതം ആസ്വദിക്കുവാനുമൊന്നുമല്ല, കഷ്ടപ്പെടാനാണ് എൻ്റെ ദൗത്യം. ആരായിരിക്കും ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? പുത്രൻ്റെ അധികാരത്തിൽ അഭിരമിക്കുവാനല്ല, അധ്വാനത്തിൻ്റെ കഠിനപ്രയത്നത്തിൻ്റെ രുചി ആസ്വദിക്കുവാനായിട്ട് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും ചോദനകളും വികാരങ്ങളും ഒന്നുമല്ല, ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് നമ്മെ നയിക്കേണ്ടത്. കാരണം നാമൊക്കെ അധ്വാനിക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ നമ്മുടെ അല്ലല്ലോ. നാമൊക്കെ അധ്വാനിക്കുവാനായിട്ട് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ വിളിക്കപ്പെട്ടവർ മാത്രമാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് കുടുംബജീവിതത്തിലാവാം, സമർപ്പണ ജീവിതത്തിലാവാം, ജോലിയിടങ്ങളിലാവാം, സമൂഹത്തിലാവാം. അത് ഏറ്റവും മനോഹരമായി വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. അലസതയുടെ മനോഭാവങ്ങളുണ്ടാകുമ്പോൾ, താല്പര്യക്കുറവുണ്ടാകുമ്പോൾ, വിരസതയുണ്ടാകുമ്പോഴൊക്കെ നല്ല ദൈവത്തോട് കൃപയാചിച്ചുകൊണ്ടും ഏറ്റവും നന്മയിൽ ശുശ്രൂഷ മേഖല അനുഗ്രഹമാക്കുവാൻ ഈശ്വര കൃപയുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.